ഇന്ന് പിറന്നാൾ ആഘോഷിക്കുന്ന കൊല്ലം മൺട്രോത്തുരുത്തിലെ ലിജിമോൾക്ക് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ ജന്മദിനാശംസകൾ എന്നാണ് ഉഷ നാരായണൻ പറയുന്നത്. ഉഷ ചേച്ചിയുടെ കമന്റ് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ളതാണ്. ഏതായാലും മൺട്രോത്തുരുത്തിലെ ലിജിമോൾക്ക് എല്ലാവരുടെയും വക പിറന്നാൾ ആശംസകൾ നേരുകയാണ് കേട്ടോ. എന്റെ ദൈവമേ, ഓ സൂപ്പർ കേട്ടോ അല്ലേ മാ, അടിപൊളി ലുക്ക് കിടില. ആ മുഖം ഒന്ന് കാണിച്ചേ, സന്തോഷമുള്ള മുഖം നോക്കി. അപ്പൊ ഹലോ ഗെയ്സ്, അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്താ വെച്ചാൽ നമ്മുടെ ലിജി കൊച്ചിൻ്റെ ബർത്ത്ഡേ ആണ്. ബർത്ത്ഡേ ആയിട്ട് രാവിലെ എന്താ ലിജി കൊച്ചിനെ കാണിക്കാത്തതെന്ന് കരുതരുത്. രാവിലെ ഞങ്ങൾ വേറെ സ്ഥലത്ത് പോകും. രാവിലെ അല്ല, ഉച്ച കേട്ടോ. അതോ പോന്നു, അതോ ട്രെയിൻ പോകണം കേട്ടോ. ഈ ഒരു കാട്ടിൽ കൂടെ പോകണം. എന്താ വെച്ചാൽ അമ്മ അറിഞ്ഞു ഇവിടെ അങ്ങാണ്ട് വാഴ നിൽക്കുന്നത് ചോറ് കഴിക്കാൻ ഇല എത്താൻ വേണ്ടി പോയിട്ടാ. ലിജി കൊച്ചിന് സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട്. വേടാ ഇല ഉള്ളാവോ? ആ ഉള്ളത് കേട്ടോ. ഇതിനകത്ത് രണ്ടല്ലേ ഉണ്ട് കേട്ടോ, ഒട്ടനിലയൊക്കെ കേട്ടോ. നല്ല ചുട്ട വെയിൽ പരുത്ത് പറക്കുന്നുണ്ടോ. നമ്മുടെ വീടിൻ്റെ വടക്കശത്ത് തന്നെയാണ് കേട്ടോ. അപ്പം ഇതിനകത്തൂടെ നമ്മളിങ്ങനെ നടന്നു പോകുന്ന ഇല വെട്ടിയെടുത്തിട്ട് ഇലയിൽ ചോറ് കഴിക്കാനാണ്. ഇതിക്ക് സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് അമ്മ അത്യാവശ്യം കുറച്ച് കറികളൊക്കെ വെച്ചിട്ട് ഒരു സദ്യ ഉണ്ടാക്കിയിട്ടുണ്ട് കേട്ടോ. മീൻ നോൺ വെജ് ഒന്നുമില്ല, നോൺ വെജ് മേടിക്കാനായിട്ട് പോയതാണ്. അവിടെ ചെന്നപ്പോൾ അയാളില്ലാത്ത കാരണം ഞങ്ങൾ പിന്നെ നോൺ വെജ് വാങ്ങി എടുത്തില്ല. എന്നാൽ പിന്നെ സദ്യ ആകുമ്പോൾ നമ്മുടെ പ്യുവർ വെജ് സദ്യ ആയിക്കോട്ടെ എന്ന് കരുതി. പണ്ട് അമ്മയുടെ വീഡിയോ ചെയ്യുന്ന സമയത്ത് ഇവിടെ ആയിരുന്നു ഞങ്ങളുടെ ലൊക്കേഷൻ. വലിയമ്മ ഇവിടെ നമ്മുടെ വീഡിയോയുടെ ഭൂരിഭാഗം വീഡിയോ ഇവിടെ തന്നെ ചെയ്തേക്കുന്നത്. ഈ ഒരു ഭാഗങ്ങളിലാണ് മൊത്തം ചെയ്തിരിക്കുന്നത് കേട്ടോ. ആ അത് മതി, ഉള്ളതല്ല മതി. അപ്പുറത്താരും സംസാരിക്കുന്ന കാട്ടിൽ ഇപ്പോൾ ഏറ്റവും ഇറക്കണോ? അവിടെ ഉണ്ടല്ലോ. ആ ഉള്ള പറിച്ചുണ്ടോ? അത്യാവശ്യം ഉള്ളതല്ലേ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ഇല ഇറക്കാനായിട്ട് വന്നേ, ഇല വെട്ടാനായിട്ട് വന്നേ, ചോറ് കഴിക്കാണ്ട് എല്ലാ സദ്യക്കുള്ള സാധനങ്ങളെല്ലാം റെഡി ആയിട്ടോ. ഇനി നമ്മുടെ ഇലയും കൂടെ വന്ന് ലിജി കൊച്ചിനെ റെഡിയാക്കി. അപ്പോൾ പിന്നെ വേറെ സർപ്രൈസായിട്ട് സാധനം എന്ന് വെച്ചാൽ ലിജിയുടെ വിചാരം നമ്മുടെ ഒരു കേക്ക് ഇല്ലയെന്നാണ് കേട്ടോ. നമുക്കൊരു സർപ്രൈസ് കേക്ക് രാവിലെ 6 മണിക്ക് ഉറക്കത്തിൽ നിന്ന് വിളിച്ചുകൊണ്ട് വന്ന് കേക്ക് വന്നില്ലേ. അതന്നെ, കണ്ണ് പറഞ്ഞപ്പോൾ കേക്കാണ് വീട്ടിൽ വന്നേ. അതെന്ന് വെച്ചാൽ നമ്മുടെ കോഴിക്കോടുള്ള അനില, അത് രജിത എന്ന് പറഞ്ഞ 2 ചേച്ചിമാർ നമുക്ക് സർപ്രൈസ്, ഞാൻ തന്നെ ഇട്ടിപ്പേട്ടോ. അങ്ങനെ സംഭവം വരുന്നതാരും ഞാൻ അറിഞ്ഞില്ല. അവർ നമ്മുടെ നാട്ടിലുള്ള കേക്ക് ഉണ്ടാക്കുന്ന, ഹോം മെയ്ഡ് കേക്ക് ഉണ്ടാക്കുന്ന അവരെ വിളിച്ച് പറഞ്ഞ് നമുക്ക് ഇന്നലെ കണ്ട് വിളിച്ച് പറഞ്ഞു കേട്ടോ അവരുടെ അടുത്ത്. അപ്പോൾ ലിജിയുടെ ബർത്ത്ഡേയുടെ കാര്യം ഞാൻ കുറേ ദിവസം മുന്നേ അവരുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു അങ്ങനെ സംഭവങ്ങൾ കേട്ടോ. അപ്പോൾ അവരെന്താ വെച്ചാൽ നമ്മുടെ ഇവിടെ ഹോം മെയ്ഡായിട്ട് കേക്ക് ഉണ്ടാക്കുന്ന ഒരു ടീമിനെ വിളിച്ചിട്ട് പറഞ്ഞ് നമുക്ക് സർപ്രൈസായിട്ടൊരു കേക്ക് തരണമെന്ന് പറഞ്ഞിട്ട് ഇന്ന് രാവിലെ 6 മണിയായപ്പം കറക്റ്റ് എന്നെ വന്ന് വിളിച്ചോണത്ത് കേക്ക് കൈക്കൊണ്ട് വന്നിട്ട് ഞാൻ ഫ്രിഡ്ജ് വെച്ചിരിക്കുക. ലിജി ഇപ്പോഴും അറിഞ്ഞിട്ടില്ല കേക്കുള്ള കാര്യം ഇല്ലേ മാ? കേക്കുള്ള കാര്യം വിളിച്ചപ്പോഴേ വിളിയെന്ന് പറഞ്ഞ് അപ്പോൾ ഞാൻ പറഞ്ഞ വിളിക്കാൻ വേണ്ടി ഞാനിങ്ങ് പോരുന്നു. ഞാൻ പിന്നെ പോരുന്നപ്പോഴും കേക്ക് ഉണ്ടെന്ന് പറഞ്ഞു എൻ്റെ അടുത്ത് കേക്ക് എടുത്ത് തന്ന്. ആ വീഡിയോ അതിനകത്ത് വെക്കാട്ടോ. പുള്ളിയായി അല്ലല്ല രതീഷൊന്നുമല്ല. അപ്പം കേക്ക് അങ്ങനെ രാവിലെ കിട്ടി. ലിജി അറിഞ്ഞിട്ടേ ഇല്ല കേക്കിൻ്റെ കാര്യം കേട്ടോ. വൈകുന്നേരം പുതിയ വേറെ കേക്ക് മേടിച്ചിട്ട് കട്ട് ചെയ്യാന്നൊക്കെ പുള്ളിക്കാർ വിചാരിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് സദ്യ കഴിച്ചിട്ട് കേക്ക് കട്ട്. വേറെ ആരുമില്ല, ശ്രീകുട്ടൻ്റെയും ബർത്ത്ഡേ ആയതുകൊണ്ട് ശ്രീകുട്ടനൊന്നും വരത്തില്ല. പിന്നെ ആദർശുണ്ട് കേട്ടോ കൂടെ. നമ്മുടെ അനിയ ആദർശുണ്ട്. പിന്നെ വേറെ ആരുമില്ല, ഞങ്ങൾ 4 പേരും ആദർശമേ ഉള്ളൂ. അപ്പം അതുകൊണ്ട് ആ ചെറുതായിട്ട് ആ കേക്കൊന്ന് കട്ടിച്ച് ആ ചോറൊക്കെ കഴിച്ചിട്ട് ലിജിയുടെ ബർത്ത്ഡേ ചെറിയ രീതിയിൽ നമ്മളങ്ങോട്ട് ആഘോഷിക്കുകയാണ്. അത്രേ ഉള്ളൂ പരിപാടി. അതായത് നമുക്ക് നേരെ വീട്ടിലോട്ട് പോകാം. അതിന് പിന്നെ ലിജി കൊച്ചിനെ നിങ്ങളെ കാണാനായിട്ട് ഇന്നലെ മേടിച്ച ഡ്രസ്സില്ലേ, ഇന്നലെ ഞങ്ങൾ ലിജിയുടെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ട് മേടിച്ച ഡ്രസ്സില്ലേ, ആ ഡ്രസ്സ് രാവിലെ ഒരു 7 മണിയായപ്പോഴേ കുളിച്ചു കേട്ടോ. കുളിച്ച് റെഡിയായി ആ സമയത്ത് തന്നെ ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുകയാണ് കേട്ടോ. അവൾക്ക് ബർത്ത്ഡേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ എന്നോടും അമ്മയോടും പറഞ്ഞു എനിക്ക് ഇന്ന് തന്നെ ഡ്രസ്സ് വാങ്ങണം. എൻ്റെ എല്ലാ ബർത്ത്ഡേക്ക് ഞാൻ ബർത്ത്ഡേയുടെ അന്ന് രാവിലെ കുളിച്ചൊരുങ്ങി പുതിയ ഡ്രസ്സ് ഇട്ടുകൊണ്ടാണ് ഞാൻ ഇരിക്കാറ് പറഞ്ഞിട്ട് ഇന്നലെ ഞങ്ങൾ പോയി ഒരു ഡ്രസ്സൊക്കെ വാങ്ങി കേട്ടോ. അടിപൊളി ഡ്രസ്സാണ്. അപ്പോൾ അതൊക്കെ ഇട്ട് ആൾ സെറ്റായി രാവിലെ തൊട്ടിരിക്കുക. അപ്പോൾ കേക്ക് വൈകുന്നേരം മുറിക്കുന്നോളെങ്കിൽ രാവിലെ തൊട്ട്. അപ്പോൾ അവളുടെ ഒരു മനസ്സിൻ്റെ ഒരു നിങ്ങളത് കണ്ടോണം കേട്ടോ. രാവിലെ തൊട്ട് ഡ്രസ്സൊക്കെ ഇട്ട് ബർത്ത്ഡേക്ക് ഡ്രസ്സൊക്കെ ഇട്ടിരിക്കുമ്പോൾ ഉള്ളൊരിത്. അപ്പോൾ
അതിനൊരു ചെറിയൊരു ഒക്കെ ഒരു സർപ്രൈസ് കേക്ക് എന്ന് പറയുമ്പോൾ ഒരു സർപ്രൈസ് ആവും, എന്തായാലും ഉറപ്പാണ് സർപ്രൈസ് ആവും. അപ്പോൾ ആളെ ഒന്ന് എടുത്തിരുത്തി ചെറുതായിട്ടൊന്ന് മേക്കപ്പൊക്കെ എന്നിട്ട് സെറ്റപ്പൊക്കെ ആക്കിയിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. അപ്പോൾ ഞാൻ അങ്ങോട്ട് പോവാം. എന്നാണ് ബർത്ത്ഡേ ആയിട്ട് എന്താ പരിപാടി? ഞങ്ങൾക്ക് ഞങ്ങൾക്കില്ലേ പൈസ ഞങ്ങൾ ആണോ? ഞാൻ വേറെ ഒരാൾക്ക് കൊടുക്കാം. ഹലോ താങ്ക് യു പരിപാടിയൊന്നുമില്ല. ഞാൻ പരിപാടി ഒന്നുമില്ലാത്തോണ്ട് വിളിക്കാതെ. എപ്പോ വേണേലും പോരെ. എന്നാ ഞങ്ങളിനിയിപ്പോ കേക്കിന്റെ പരിപാടി ഒന്നുമില്ല, ചോറ് കഴിക്കാൻ പോവാ. സദ്യ, എനിക്ക് സദ്യ വേണമെന്ന് പറഞ്ഞിട്ട് സദ്യ ഉണ്ടാക്കുക. ഞങ്ങള് സദ്യ ഉണ്ടാക്കി കഴിക്കാൻ പോണേ ഉള്ളു. കഴിക്കാൻ പോവാ, ഇരുന്നതാ കഴിക്കാൻ. നീ കഴിച്ചോ? ഓക്കെ ഓക്കെ. ആ ഹോളിഡേയിലോ? മന്തി കഴിക്കാനുള്ള ഷവായ അനകയ്ക്ക് മേടിച്ചു കൊടുക്കണേന്ന്. അനകയ്ക്കും മേടിച്ചു കൊടുക്കണേന്ന്. പൈസ അയക്കാന്ന് സൈത്ത്. എടാ എന്റെ ട്രീറ്റ് ഇങ്ങനെ ട്രീറ്റ്, ബർത്ത്ഡേ ട്രീറ്റ്, ബർത്ത്ഡേ ട്രീറ്റ്. എന്നാ ശരിയടാ, വിളിക്കാനേ. അത് വേണം. ഞാൻ പരിചാവേ. അതെ, പിന്നെ ജിപേ അക്കൗണ്ട് എടുത്ത് നോക്കേ, വെറുതെ നോക്കേ, ബാലൻസ് നോക്കേ. ജിപേ അക്കൗണ്ട് എടുത്ത് നോക്കേ, ഞാൻ പറഞ്ഞുതരാം. കാനറ ബാങ്കിന്റെ. ആ കാനറ ബാങ്കിന്റെ. എന്റെ ദൈവമേ, ഞാൻ പ്രതീക്ഷിച്ചില്ല. എന്തോ കേക്ക്? കേക്കോ? കേക്കല്ലത്, പിന്നെ എന്താ? അത് വേറൊരു സാധനം. എന്താ? ചുമ്മാ പറഞ്ഞാ നിങ്ങള് വാ. ഞെട്ടിയോ? കണ്ടിട്ട് ഞെട്ടിയോ? എന്ത് സാധനം തുറന്നു നോക്കിയാലോ ഇനി? നോക്ക്. ആ തുറന്നു നോക്ക്. അത് കേക്ക് സ്പോൺസർ ചെയ്താരെന്ന് പറയട്ടെ. സൈത്തല്ല, പിന്നെ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരാളായിരിക്കും. രാവിലെ 6 മണിക്ക് കേക്ക് ഇവിടെ വന്നു. ആ ആരായിരിക്കും? ഗസ് കോഴിക്കോടുള്ള ഒരാളാ. കോഴിക്കോടുള്ള ആളുടെ 5 പേരുടെ പേര് പറഞ്ഞേ. ഏതാ? പിന്നെ വേറെ ആരാ? രശ്മി ചേച്ചിയാണോ? രജിത ചേച്ചി. അല്ല ചേച്ചി, രജിത ചേച്ചി. ആ പിന്നെ സൈത്ത്. ആ പിന്നെ ആ ആ ടീച്ചറ്. മേളത്തെ മേളത്തെ ആരാ? ഇത്ത. മേളത്തെ ഇത്ത. പിന്നെ അപ്പൊ ഇതില് പറഞ്ഞ ലിജി ആദ്യം പറഞ്ഞ പേരേതായിരുന്നു? സൈത്തിനെ 3ാമതാ നീ പറഞ്ഞേ. ആദ്യം പറഞ്ഞാര്? അല്ല ചേച്ചി, രജ ചേച്ചി. അല്ല ചേച്ചി, രജ ചേച്ചി മേടിച്ചെന്നാ കേക്കാതെ. എനിക്ക് തോന്നി. അതെങ്ങനെ നീ ഗസ് ചെയ്ത? അവരാണെന്ന് അങ്ങനെ മനസ്സിലായി?
അത് വന്നേനെ അവര് വന്നേനെ വന്നേനെ ഇങ്ങ് വന്നേനെ ആരാ അവരോ? എന്തോ ഉം. താച്ച ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാ ആ വരാത്തത്. വരാത്തൊന്നും നിനക്ക് നിന്നെ വിളിച്ചോ? എന്നെ വിളിച്ചു എന്ന് ചേച്ചി എന്ന് വിളിച്ച്? എന്നെ വിളിച്ചു 12 മണിക്കോ? രാത്രില്ലോ ആ വിളിച്ചോ? ഓ അത് ഞാൻ അറിഞ്ഞില്ല കേട്ടോ. ഒരുപാട് പേര് ലിജീനെ കേട്ടോ, ഒരുപാട് പേര് രാവിലെ തൊട്ട് ലിജി എപ്പോൾ ഉണരും 12 മണിക്ക് 6 മണിക്ക് രാവിലെ 6 മണിക്ക് വന്ന് കേക്ക് വന്ന് അവിടുന്ന് നമ്മുടെ ഇവിടെ കേക്ക് ഉണ്ടാക്കുന്നവരെ വിളിച്ച് പറഞ്ഞിട്ട് അവരോട് പറഞ്ഞേ കോഴിക്കോടുള്ള അപ്പോൾ ഒരുപാട് പേര് കേട്ടോ ലിജീനെ ഒരുപാട് പേര് ഇത് രാത്രി 12 മണി തൊട്ട് രാവിലെ ഒക്കെ ഒരുപാട് പേര് വിഷസ് അറിയിച്ചു ലിജിയുടെ ബർത്ത്ഡേക്ക്. ഒരുപാട് സന്തോഷം. ഒരുപാട് കേട്ടോ നമ്മുടെ പുറത്തുനിന്ന് ഉള്ള ഒരുപാട് പേര് പുറം രാജ്യങ്ങളുള്ളവരും ഇവിടെ നമ്മുടെ കേരളത്തിലുള്ളവർ ഒരുപാട് പേര് ലിജിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്തു. ഒരുപാട് സന്തോഷം. അപ്പോൾ ലിജിയുടെ മേക്കപ്പൊക്കെ എങ്ങനെയൊക്കെ ഉണ്ട്? ഇന്നത്തെ മേക്കപ്പ് വലിയ കുഴപ്പമില്ലെന്ന് തോന്നില്ലേ? അത് ഗുഡ് മേക്കപ്പ് ആയിട്ടുണ്ട്. പിന്നെ ഡ്രസ്സ് ഞങ്ങൾ ഇന്നലെ വൈകുന്നേരം എടുത്ത ഡ്രസ്സ് കേട്ടോ. അപ്പോൾ കേക്ക് കട്ട് ചെയ്താലോ? കട്ട് ചെയ്യാം. എന്നാ ഭാഗത്ത് ഓപ്പൺ ചെയ്യും. ആദർശം ഓപ്പൺ ചെയ്യും. അപ്പം ലിജിയുടെ ബർത്ത്ഡേക്ക് ഞങ്ങൾ വൈകിട്ടാ കേൾക്കുന്ന. ജിജിക്ക് ഭയങ്കര സർപ്രൈസ് ആയില്ലേടി കേക്ക് വന്നപ്പോൾ? പൊട്ടിച്ചങ്ങെടുത്തായി കണക്ക് പൊട്ടിച്ചങ്ങെടുത്തായി. അപ്പോൾ ഞാനിതാക്കി 6 മണിക്ക് തന്നെ ആരോ വന്ന് വിളിക്കുന്നു. ലിജി ഒരിക്കലും പ്രതീക്ഷിച്ചില്ല കേട്ടോ ഇങ്ങനെ കേക്കിന്റെ കാര്യമേ, ഇങ്ങനെ സംഭവത്തിന്റെ കാര്യം ഈ ചിന്തിച്ചിട്ട് പോലും ഇല്ല. അടിപൊളി കേക്ക്. അതെ, കഴിഞ്ഞ പ്രാവശ്യം തുരുതുര കേക്കായിരുന്നില്ലേ കേക്ക്? എത്ര കേക്കാ നമുക്ക് വന്നു? അമ്മ ഇതാണല്ലോ ഞങ്ങളെ കൂടെ അമ്മ ഇല്ലാന്ന്. കഴിഞ്ഞ വർഷം അമ്മ ഇല്ലായിരുന്നു അവിടെ. അപ്പൊ ലിജി കേക്ക് കട്ട് ചെയ്തോ? ഹാപ്പി ബർത്ത്ഡേ പാടാനൊന്നും ആരും ഇല്ല, നീ തന്നെ പാടി അങ്ങ് കെട്ടിയേക്കണം അല്ലേ? അല്ലേ? അപ്പൊ ലിജിയുടെ ബർത്ത്ഡേക്ക് വളരെ ലഘുവായിട്ട് ഞങ്ങള് കേക്ക് കട്ട് ചെയ്യാൻ പോട്ടെ. അമ്മ അതങ്ങ് ആ പാടിക്കണം. ഹാപ്പി ബർത്ത്ഡേ പാടിക്കണം അവിടെ എല്ലാരും. പാടിക്കോ. അച്ഛൻ പാടത്തില്ലേ? ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു മൈ ഡിയർ ലിജി, ഹാപ്പി ബർത്ത്ഡേ ടു യു. അങ്ങനെ ഈ വർഷത്തെ ലിജിയുടെ ബർത്ത്ഡേ ഞങ്ങൾ അടിപൊളിയായിട്ട് ഗംഭീരമായിട്ട് കേട്ടോ, ഞങ്ങൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സർപ്രൈസ് ചേച്ചിമാർ തന്ന്. പിന്നെ ഇന്നലെ മുതൽ ഞാൻ പറയാം കേട്ടോ, ഇന്നലെ മുതൽ ഒരു 12 മണി ആവുന്നവരെ തൊട്ട് തുരുതുരാ കോളുകളായിരുന്നു ലിജിക്ക്. അല്ലേ ലിജി? അതെങ്ങനെ ഉണ്ടായിരുന്നു ലിജി ഇന്നലത്തെ ഒരു അനുഭവം എന്ന് പറയേ? ലിജി ഇന്നലെ പറഞ്ഞ ലൈഫിൽ ആദ്യമായിട്ടാണ് ലിജിക്ക് ഇങ്ങനെ ഒരു ബർത്ത്ഡേ എന്നല്ലേ? അതിന്റെ പിന്നിലിന്റെ കരങ്ങൾ എന്റെ ആയിരുന്നു. അപ്പം ഒരുപാട് പേര് ലിജിയുടെ ബർത്ത്ഡേ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. അപ്പൊ ഒരുപാട് പേരോട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലിജിയുടെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ അത് കാണിച്ച് ഒരുപാട് പേര് ലിജിയുടെ വിഷ് ചെയ്ത് കേട്ടോ, നമ്മളെ അറിയുന്ന ഒരുപാട് പേര്. ലിജിക്ക് പറ്റുന്നിടത്തോട്ട് ചെന്നോളാം എല്ലാരും. വായിൽ എറിഞ്ഞിട്ട് കൊടുത്ത് കേക്ക് ലിജി. ഞങ്ങള് ഇന്നിപ്പോ ഇവിടെ ഒരുപാട് പേര് ഉണ്ടാവണ്ടായിരുന്നു. കണ്ണപ്പൻ, ഒക്കു, രാമ്, ആദർശ്, അങ്ങനെ ഒരുപാട് പേര് ഉണ്ടാവണ്ടായിരുന്നു. അപ്പൊ ഇന്നൊരു വർക്കിംഗ് ഡേ ഒക്കെ ആയതുകൊണ്ട് ഇങ്ങനെ മുഖത്തോക്ക് വെയിലടിക്കുന്നു. ഇനി അടുത്തായിട്ട് അച്ഛനാണ് കേട്ടോ കേക്ക്. അച്ഛനൊന്ന് കുനിഞ്ഞു കൊടുക്കാം. എന്തിനാണ് ചിരിക്കുന്ന? കൂടെ അച്ഛന് വിശന്നിരിക്കുക. ഇത് കഴിഞ്ഞിട്ട് വേണം അച്ഛന് ചോറ് കഴിക്കാനായിട്ട്. അച്ഛാ കൈ പിടിച്ചോ അച്ഛാ. വായിൽ അടച്ച് മറ്റേ പുട്ടുകുറ്റിക്കകത്ത് മാവ് കയറ്റി അടച്ചു വെക്കുന്ന പോലെ ഉണ്ട്. കുറേശ്ശെ കഴിച്ചാൽ മതി.
ഇനി അമ്മയ്ക്ക് കൂടെ കേക്ക് മേടിച്ച് കഴിച്ചാൽ ആര് പരിപാടി ഈ വർഷത്തെ ഗംഭീരമായ കേക്ക് കട്ടിൽ പരിപാടികൾ കഴിഞ്ഞട്ടോ. ലിജി ആഗ്രഹിച്ച പോലെ അടിപൊളി ബർത്ത്ഡേ ആയിരുന്നില്ലേ ലിജി? അല്ലേ? കേക്ക് മുറിക്കാത്തൊരു വിഷമം ഉണ്ടായിരുന്നോ? ഇല്ലായിരുന്നു. പക്ഷെ കിട്ടിയപ്പോ ഭയങ്കര സന്തോഷമായില്ലേ കണ്ടപ്പോ? സർപ്രൈസ് ആയിട്ട് തോന്നിയില്ലേ? അച്ഛൻ്റെ വിശക്കുന്ന ചോറ് കഴിക്കാം. പാപ്പ നമുക്ക് ഇനി സദ്യക്ക് ചോറ് കഴിക്കാം. കേക്ക് അങ്ങോട്ട് കുറച്ചൊക്കെ കഴിച്ചിട്ട് നമുക്ക് ചോറ് കഴിക്കാം അല്ലേ ലിജി? അപ്പോൾ നമ്മൾ ലിജിയുടെ ബർത്ത്ഡേയുടെ സദ്യ കഴിക്കാൻ പോകാൻ കേട്ടോ. അത് കുഴപ്പമില്ല, ഇട്ടോ ചോറ് കേട്ടോ. ഞാനും ലിജി ഒരുമിച്ച് ഒരു വിലയിലെ കഴിക്കട്ടെ. ലിജിക്ക് ഇവിടുന്ന് ഇങ്ങനെ വാരിയിട്ട് കഴിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരുമിച്ച് കഴിക്കുന്നത്. ഞാനും ലിജിയും ആദർശ് അച്ഛൻ്റെ അവിടെ കഴിക്കുന്നു. പരിപ്പുണ്ടോയ ഓയ് പപ്പടം. ലിജിക്ക് പപ്പടം വേണ്ട. കഴിച്ചോ. നല്ല ലിജിക്ക് അപ്പം ഞങ്ങളിഞ്ഞ് തെക്ക് സൈഡിലോട്ടൊക്കെ സദ്യ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ആദ്യം പരിപ്പ് വിളമ്പ് കേട്ടോ. അതിൻ്റെ മണ്ടയ്ക്ക് ഇച്ചിരി നെയ്യൊക്കെ ഇങ്ങനെ ഒഴിച്ച് കഴിക്കും. പക്ഷെ നമ്മൾ നെയ്യ് ഒഴിക്കുന്നില്ല. നമ്മളിങ്ങനെ പരിപ്പിനെ ഉണ്ടാക്കിക്കൊട്ടി പപ്പടം ഇങ്ങനെ അങ്ങോട്ട് വെക്കുക, ഇങ്ങനെ അങ്ങോട്ട് പൊടിക്കും. എന്നിട്ട് പപ്പടവും പരിപ്പും ചോറും കൂടി ഇങ്ങനെ ഞെവിടിയിട്ടാണ് ഞങ്ങളുടെ ഒരു സദ്യ എന്ന് പറയുന്നത് ഇങ്ങനെയാണ് കേട്ടോ. അല്ലേ ലിജി? ചോറ് കേട്ടെ. കേക്ക് കഴിച്ച് വായൊക്കെ കണ്ടോ കേക്ക് ഇരിക്കുന്നത്. ഇങ്ങനെ ബർത്ത്ഡേ സദ്യയുടെ ആദ്യ പിടിയാവായിരുന്നു കേട്ടോ. എന്നിട്ട് ഇങ്ങനെ ഞങ്ങളിങ്ങനെ പിടിക്കും. ഇങ്ങനെയാണ് ഞങ്ങളുടെ ഒരു സദ്യയുടെ ഒരു രീതി എന്ന് പറയുന്നത് ഇങ്ങനെ കേട്ടോ. പരിപ്പും പപ്പടം അടിപൊളി അല്ലേ? ഒരു സൈഡില് കേക്ക്, ഒരു സൈഡില് പപ്പടം, പായില് കഴിക്ക്. അതൊക്കെ പിന്നെ എടുക്കാം. നല്ലോണം ലിജിക്ക് ആസ്വദിച്ച് കഴിക്കണമെങ്കിൽ ഒരാൾ വാരി കൊടുക്കണം അല്ലേ ലിജി? അല്ല ലിജി വിറച്ച് കുറച്ചൊക്കെ കഴിക്കുമ്പോഴത്തേന് ടേസ്റ്റ് അങ്ങോട്ട് പോയില്ല ലിജി. ഞങ്ങൾ ഫിനിഷ് ചെയ്തിട്ട് കാണാം കേട്ടോ. അല്ല പായസം കഴിയുമ്പോൾ കാണാം. കഴിക്കത്തില്ലേ? പപ്പടം മണിക്കൂർ വെച്ചോ. ആദർശം നോക്കുന്നു ഞാൻ പിടിക്കുമ്പോ ഇങ്ങനെയൊക്കെ ഉണ്ടോ ഇതിനകത്ത്? നീ അത് പഴം കുഴക്കണം കേട്ടോ. പഴം കൊണ്ട് അത് ഞെവിടണം. പഴം എനിക്കിനി അത് ഇളക്കിയിട്ടൊക്കെ ഇത് ഞെവിടാനുള്ള എന്തോ എന്നെ നോക്കിയാണോ? എന്നെ നോക്കിയത് ഞാൻ കണ്ട് ഇങ്ങനെ ഉണ്ടോന്ന്. ഇതിനകത്തുള്ളതാണോ? സൂപ്പർ. എന്റെ ദൈവമേ, എനിക്ക് തിന്നാൻ പറ്റുന്നില്ലല്ലോ. എന്താ ചൂടാ പിടിക്കാൻ? കാത്ത പിടിക്കും ഭയങ്കര ചൂട്. എനിക്ക് തന്നേണ്ട. സൂപ്പർ. പപ്പടം കോമ്പിനേഷൻ കൊള്ളാല്ലേ? ഇങ്ങനെയാണ് സദ്യ കഴിക്കാൻ. അപ്പോൾ ഫ്രണ്ട്സേ, ഇന്നത്തെ നമ്മുടെ ഉച്ചക്കത്തെ കേക്ക് കട്ടിയും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വൈകുന്നേരം കേക്ക് കട്ട് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു. ശരിക്കും വൈകിട്ടായിരുന്നു കേക്ക് കട്ടിയാനൊക്കെ ഇരുന്നത്. പക്ഷെ എന്താ വെച്ചാൽ നമുക്ക് സർപ്രൈസ് ആയിട്ട് പകല് കേക്ക് കിട്ടിയത് കാരണം പിന്നെ നമ്മൾ വിചാരിച്ചു വൈകുന്നേരം അവിടെ കേക്ക് കട്ട് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ വേറെ ആരും ഇല്ല ഇന്ന് ബർത്ത്ഡേക്ക്. നമ്മുടെ കൂടെ വേറെ ആരില്ല, നമ്മൾ 4 പേരേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് തന്നെ കേക്കൊന്നും കട്ട് ചെയ്യില്ല അല്ലേ ജി? അപ്പൊ അങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. അപ്പൊ ഇന്ന് നമ്മുടെ ബർത്ത്ഡേക്ക്, ലിജിയുടെ ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത ഒരുപാട് പേര് കേട്ടോ. പറയും പറ്റിയില്ല. എല്ലാവർക്കും റിപ്ലൈ കൊടുത്തോണ്ടിരിക്കുക. അവരോട് സോറി. പക്ഷെ ഒരുവിധം എല്ലാവർക്കും റിപ്ലൈ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരുപാട് സന്തോഷം നമുക്ക് വേണ്ടി ഈ ഒരു സമയം. കൈ മടുത്തു ലിജിയുടെ കേട്ടോ.
ഇങ്ങനെ മെസ്സേജ് റിപ്ലൈ കൊടുത്ത് ലിജിയുടെ കൈ മടുത്ത് വേദന എടുക്കുന്നുണ്ട്. റിപ്ലൈ കിട്ടാത്ത ആ സോറി ചോദിക്കുന്നു. ആ ഓ സോറി ചോദിക്കുന്നു ലിജി, റിപ്ലൈ കിട്ടാത്തവർക്ക്. പക്ഷെ ഞാൻ പരമാവധി എല്ലാവർക്കും ലിജിക്ക് കൊടുക്കാൻ പറ്റാത്തവർക്ക് റിപ്ലൈ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് സന്തോഷം. നിങ്ങളുടെ കൂട്ടത്തില് അല്ലെങ്കിൽ നിങ്ങളുടെ കുടുംബത്തിലെ ഒരാളായിട്ട് ലിജിയെ കാണുകയും ലിജിയുടെ ഒരു ബർത്ത്ഡേക്ക് വേണ്ടി സമയം ചെലവഴിച്ച് റിപ്ലൈ അല്ലെങ്കിൽ ഒരു വിഷസ് അറിയിക്കുകയൊക്കെ ചെയ്ത് എല്ലാവരോടും ഒരുപാട് നന്ദിയും കാര്യങ്ങളൊക്കെ അറിയിക്കുക. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ലിജിയുടെ ബർത്ത്ഡേ ഭയങ്കര ആഘോഷമായിട്ട് നമ്മൾ ആഘോഷം വെച്ചാൽ ഇപ്പം ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൊക്കെ വീഡിയോ ഇട്ടത് ഒരുപാട് പേരുടെ ഒരു വലിയ സപ്പോർട്ട് കൊണ്ടാണ് നമ്മൾ ഇവിടെ വരെയൊക്കെ എത്തി. ഒരുപാട് സപ്പോർട്ട്, ലിജിയുടെ ഒരു ഇമ്പ്രൂവ്മെൻ്റ് ഒരു ഭാഗം. ഒരുപാട് മാറ്റങ്ങൾ ഇനിയും ജീവിതത്തിൽ ഒരുപാട് ഉണ്ടാവട്ടെ എന്ന് ഞാനും പ്രാർത്ഥിക്കും. ലിജിയുടെ കാര്യത്തിൽ ഒരുപാട് പേര് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും നമ്മളെ സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ബർത്ത്ഡേക്ക് തന്നെ ലിജിക്ക് ഒരുപാട് ഗിഫ്റ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. എന്റെ ഫോണിലേക്ക് എന്റെ അമ്മ എന്റെ രണ്ടാമത്തെ മാത്തെ വിളിക്കാറുണ്ട്. അപ്പൊ ലിജിയുടെ ഫോണിലേക്ക് ആകെ വീട്ടിൽ നിന്ന് മാത്രമേ വിളിക്കത്തുള്ളായിരുന്നു. ഇന്നലെ ബർത്ത്ഡേയുടെ അതായിട്ട് 12 മണിക്ക് തുരുതുരാ ലിജി കോള് കേട്ടോ. ഞാൻ ലിജിയെ ഞെട്ടിച്ച് അല്ല ലിജി, ഒരുപാട് പേര് ലിജിയെ വിളിച്ച് ലിജിക്ക് ഭയങ്കര സർപ്രൈസ് ആയിപ്പോയി കേട്ടോ. ഞാൻ അപ്പം അങ്ങനെ വലിയ സർപ്രൈസ് കൊടുക്കണമെന്ന് എനിക്ക് ഉണ്ടായിരുന്നു. അപ്പൊ ഒരുപാട് പേര് ലിജിയുടെ ഫോണിലേക്ക് വിളിച്ചിട്ട് ബർത്ത്ഡേ അറിയാം. ലിജിയുടെ ഫോണിൽ സാധാരണ ആരെയെന്ന് വെച്ചാൽ ഇങ്ങനെ എവിടെയെങ്കിലും ഒന്ന് ലിജിയുടെ വീട്ടിൽ നിന്ന് വിളിക്കും, അല്ലാന്നുണ്ടെങ്കിൽ സ്പാം കോളുകളൊക്കെ ആയിരിക്കും വരാറ്. എല്ലാ കോള് വരത്തില്ല. പിന്നെ എന്റെ കോള് ഞാൻ എപ്പോഴും കൂടെ ഉണ്ടായിട്ട് എന്റെ ഫോണിൽ അധികം വിളിക്കാറില്ല. ഞാൻ പുറത്ത് പോകുമ്പോൾ അവൾ തന്നെ എന്റെ ഫോണിൽ വിളിക്കാറുള്ളൂ, അങ്ങനെയുള്ളൂ. പക്ഷെ ഇന്നലെ 12 മണിയുടെ ലിജിക്ക് തുരുതര കോളും മെസ്സേജും ഒക്കെ ആയിരുന്നു. ലിജി എന്നെ ഞെട്ടി, ശരിക്കും പറഞ്ഞാൽ ശരിക്കും ഞെട്ടി. ലിജി രാവിലെ ഉണ്ടപ്പോൾ എന്നോട് ഇത് തന്നെ പറഞ്ഞ, എന്റെ ഫോണിലേക്ക് ഇത്രയും കോൾ ആദ്യമായിട്ടാണ് ജീവിതത്തിൽ വരുന്നതെന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ അതൊക്കെ ഭയങ്കര സന്തോഷം. ഒരു ഭയങ്കര ഒരു എന്താ പറയുക സർപ്രൈസ് അല്ല ഈ ബർത്ത്ഡേക്ക്. പക്ഷെ ബർത്ത്ഡേ വലിയ ഗംഭീരം അല്ലാന്നുണ്ടെങ്കിലും ചടങ്ങുകൾ ഗംഭീരമല്ലാതെ, പക്ഷെ വേറെ കുറച്ച് കാര്യങ്ങൾ ലിജി വളരെ ഹാപ്പിയാണ്. സർപ്രൈസ് ആയിട്ട് കേക്ക് കിട്ടിയതും ഈ ഒരു കോൾ ഒരുപാട് പേര് വിഷ് ചെയ്തത് ഭയങ്കര സപ്പോർട്ട് കാര്യങ്ങളൊക്കെ. അമ്മ അവിടെ ഇരിക്കുന്ന സാധനം കിട്ടമ്മ ആ ഷെൽഫില് പുള്ളിയുടെ അടുത്ത്. അപ്പം എന്താ പറയുക, ഈ ഇതുപോലത്തുള്ള ചെറിയ സർപ്രൈസ് ഒക്കെ കൊടുക്കുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം കാര്യങ്ങളൊക്കെ കേട്ടോ. അപ്പം ഇനി എന്താ പറയുന്നത്, എനിക്ക് കുറച്ച് ഗിഫ്റ്റുകളൊക്കെ കിട്ടി കേട്ടോ. അടുത്ത ദിവസത്തെ വീഡിയോയുടെ കൂടെ അതൊക്കെ എന്താ കാണിക്കാം. പിന്നെ വേറെ വിശേഷങ്ങളൊന്നുമില്ല. അപ്പോൾ ഈ ബർത്ത്ഡേക്ക് ഞങ്ങളോടൊപ്പം ഈ ബർത്ത്ഡേ കൊണ്ടാടാൻ മനസ്സിലാണിച്ച എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയാം. അതിന് മുന്നേ ലിജിക്കൊരു ചെറിയ സംഭവം ഉണ്ടല്ലോ, സർപ്രൈസ് സാധനം ഉണ്ട് കേട്ടോ. ഒരു വെറൈറ്റി സാധനം ഇത് ലിജിക്ക് ഒരു ഗിഫ്റ്റ് കിട്ടിയാണ് കേട്ടോ. ഇതുണ്ടോ, എന്ത് സാധനം മനസ്സിലായോ? എന്തത്? വാസര എങ്ങനെയുണ്ട്? സൂപ്പറാണ്, ഇഷ്ടപ്പെട്ടോ? അപ്പൊ നമുക്ക് ഈ പാസരോ കൂടെ ലിജിക്ക് ഇട്ട് കൊടുക്കാം. അപ്പം ഇത് നമ്മുടെ ഒരു ചേച്ചി ഗിഫ്റ്റ് കൊടുത്തതാണ് കേട്ടോ ലിജിക്ക്. മെറണ എന്ന് പറഞ്ഞൊരു ചേച്ചി ബർത്ത്ഡേ ഗിഫ്റ്റായിട്ട് കൊടുത്തതാണ്. വേറെ കുറേ ഗിഫ്റ്റുകളൊക്കെ ഉണ്ട്. അപ്പം നാളെ അത് അടുത്ത വീഡിയോയിലേക്ക് കാണിക്കാം. അപ്പം ഇതൊന്ന് ഇട്ട് കൊടുക്കട്ടെ. അപ്പം എല്ലാവരോടും ഒരിക്കൽ കൂടി നന്ദി പറയുന്നു. ബർത്ത്ഡേക്ക് വിഷ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഗിഫ്റ്റുകൾ തന്ന എല്ലാവർക്കും നന്ദി. അല്ലേ, ഗിഫ്റ്റുകൾ മേടിക്കാനായിട്ട് എനിക്ക് പൈസ കൊടുത്തിട്ടുണ്ട്. എന്തെങ്കിലും ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെ എനിക്ക് വാങ്ങിക്കൊടുക്കണമെന്ന് പറഞ്ഞിട്ട് അടുത്ത ദിവസം എനിക്ക് എന്താ ഇഷ്ടമുള്ളതൊക്കെ നമുക്ക് ഓരോരുത്തരും ഗിഫ്റ്റ് മേടിക്കാനായിട്ട് പൈസ തരട്ടോ രുചിക്ക് കേട്ടോ. അപ്പം രുചിക്ക് എന്താ ഗിഫ്റ്റ് മേടിക്കാൻ പറ്റിയത്, അവർക്ക് എന്താ ഇഷ്ടം എന്നുള്ളത് അല്ലേ, കുറെ സാധനം മേടിച്ച് കുറെ ഇഷ്ടം മേടിച്ചു. അപ്പം അടുത്ത വീട്ടിലേക്ക് കാണിക്കാം കേട്ടോ അത്. അപ്പം ഈ പാസരോടെ ഇട്ട് കൊടുക്കട്ടെ. പാസര ഇട്ട് കൊടുത്തിട്ട് നമുക്ക് ഇന്നത്തെ ദിവസം വീഡിയോ ഇവിടെ നിർത്താം അല്ലേ. ഓ അടിപൊളി. ഓ സൂപ്പർ കേട്ടോ അല്ലേ മാ, അടിപൊളി ലുക്ക് കിടില. ആ മുഖം ഒന്ന് കാണിച്ചേ, സന്തോഷമുള്ള മുഖം നോക്കി. അപ്പൊ നമ്മുടെ പാസരത്തിന്റെ ആ ഒരു ഇത് ഡിസൈൻ ഇതാണ് കേട്ടോ. നല്ല രസമുണ്ട്, കാലേ കിടക്കുന്നതാണ് തന്നെ രസമുണ്ട് കേട്ടോ. ഞാൻ അടുത്ത കാലം ഇട്ട് കൊടുക്കാം.
ഓക്കെ, അടിപൊളി. അപ്പൊ ഹാപ്പി അല്ലേ? അപ്പത്തെ പാസലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഒരിക്കൽ കൂടി ഞങ്ങൾ ബൈ പറയാണ്ട് ഈ വീഡിയോക്കകത്ത് രുചി നോക്കുന്ന കേട്ടോ. പാസൽ അങ്ങനെ ഉണ്ടെന്ന കാര്യം അടിപൊളി അടി പൊട്ടിച്ചോളാം രാത്രി ചവിട്ടി പൊട്ടിക്കൂല. എന്നാ എല്ലാവർക്കും ബൈ പറയും. അച്ഛൻ അപ്പുറം വരുന്നുണ്ട്, ബാക്കി കൂടെ നടന്നു വരുന്നുണ്ട്. അപ്പൊ എല്ലാവർക്കും ബൈ.